ഇന്ന് ഉച്ചയ്ക്ക് കൂട്ടാൻ എന്ത് വെക്കണമെന്നാലോചിച്ച് തല പുകഞ്ഞിരുന്ന സമയത്താണ് ഞാൻ പെട്ടെന്നോർത്തത്. നമ്മുടെ അപ്പുറത്തെ റൂമിലുള്ള എനിക്ക് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ഇടിയിറച്ചി തന്നിരുന്നു. മടി കാരണം എടുക്കാതിരിക്കുകയായിരുന്നു. ഇന്നാണെ മീനും ഇല്ല. എനിക്കാണെങ്കിൽ മീനില്ലാതെ ചോറിറങ്ങത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങ് വെച്ചേക്കാന്ന്. അങ്ങനെ കുറച്ച് ഇടിയിറച്ചി എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് 1 മണിക്കൂറിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ ശ്രദ്ധിക്കണേ, നല്ല മിക്സി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജാറെല്ലാം കംപ്ലൈന്റ് ആവും. അതുകൊണ്ട് ഞാനത് ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്ക് വല്ല പില്ലർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇടിച്ചെടുത്താൽ മതി. ഇനി അത് നന്നായിട്ട് കൃഷി ചെയ്ത ശേഷം നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒരുപാട് കൂടണ്ട, ആവശ്യത്തിനനുസരിച്ച് മതി. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഒരു 10-12 ചുവന്നുള്ളി ചതച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുക. ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവോള ആയാലും മതി. പക്ഷെ ചുവന്നുള്ളിയിൽ വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോന്നേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഇടിയിറച്ചി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പണിയൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോകും. പെട്ടെന്നാണ് ഞാൻ ഓർത്തത് ഉപ്പിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതിട്ട് വഴറ്റി കൊടുത്തു. അങ്ങനെ നമ്മുടെ ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന്റെ കൂട്ടത്തിൽ ഈ ഒരൊറ്റ കറി മാത്രം മതി. പക്ഷെ എനിക്ക് ഈ ഒരൊറ്റ കറി മാത്രം പോരാ കേട്ടോ. എനിക്ക് എന്തേലും ഒഴിച്ചു കറിയും കൂടെ വേണം. അങ്ങനെ ഞാൻ മോരും കാച്ചി. അപ്പൊ ഇന്നത്തെ ഊണ് സെറ്റ്. അപ്പൊ ഇതുപോലെ ആരെങ്കിലും നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇടിയിറച്ചിയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.